നമസ്കാരം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും, അതായത് 2026 സംസ്ഥാനത്തെ ഇടതുമുന്നണി അധികാരത്തിലേറാനാണ് സാധ്യതയെന്നാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന. ഇടതുമുന്നണിയേക്കാൾ UDFൻ്റെ വോട്ടുകളാണ് കൂടുതലും NDAക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ഗുണം കിട്ടുക ഇടതുമുന്നണിക്കാണ്. NDA ആണിപ്പോൾ ഇടതുമുന്നണിയുടെ ഐശ്വര്യം. ഇടതു പാർട്ടികളെ സ്വന്തം രക്തം നൽകി വളർത്തിയവരാണ് പിന്നാക്ക പട്ടിക വിഭാഗങ്ങൾ. അവരെ മറന്ന് ന്യൂനപക്ഷ പ്രീണനം നടത്തിയതിൻ്റെ പ്രതിഫലനമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്. തെറ്റുതിരുത്തിയാൽ ഇടതുമുന്നണിയെ അവർ പിന്തുണയ്ക്കും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചെങ്കിലും അത് കുടിശ്ശികയാക്കി. മാവേലി സ്റ്റോറുകൾ കാലിയാണ്. പാവപ്പെട്ടവൻ്റെ വേദന ഇടത് സർക്കാർ മനസ്സിലാക്കാതെ പോയി. പിണറായി സർക്കാരിനെയും CPMനെയും താൻ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതാണ്. യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അത് കടമയാണ്. ഇപ്പോൾ മുസ്ലിം വിരുദ്ധനായും ഗാന്ധി വിരുദ്ധനായും കള്ള് കച്ചവടക്കാരനായി തന്നെ ചിത്രീകരിക്കാനാണ് വ്യാപക ശ്രമം. താൻ മുസ്ലിം വിരുദ്ധനൊന്നുമല്ല. 30 വർഷമായി SN ട്രസ്റ്റിൻ്റെ ഓഡിറ്റർമാർ റഹീം അസോസിയേറ്റ്സ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ SN ട്രസ്റ്റ് കോളേജ് പ്രതിനിധികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് MES കോളേജ് പ്രതിനിധിയാണ്. സർക്കാരിൻ്റെ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരായ തൻ്റെ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് നവോത്ഥാന സമിതി അംഗങ്ങളിൽ ചിലർ രാജിവെച്ചതാണ് പരിഹാസ്യം. അവർക്ക് കൂടി ഗുണമുള്ള കാര്യങ്ങളിൽ തനിക്കൊപ്പം നിന്നവരാണ് ഈ നാടകം കളിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്നൊന്നും പറയാൻ താൻ ആളല്ല. എല്ലാ നേതാക്കൾക്കും ഓരോ ശൈലിയുണ്ടാകും. SNDP യോഗത്തെ മഞ്ഞ പുതപ്പിക്കലാണ് തൻ്റെ നിയോഗം. കാവിയും ചുവപ്പും പച്ചയും പുതപ്പിക്കലല്ല. യോഗത്തിൽ എല്ലാ പാർട്ടിക്കാരും അംഗങ്ങളാണ്. ഭൂരിഭാഗം ഭാരവാഹികളും അംഗങ്ങളും ഇടതുപക്ഷ അനുഭാവികളുമാണ്. അവരുടെ യോഗം ശാഖാതലത്തിൽ CPM വിളിക്കുമെന്നൊക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഏത് പാർട്ടിക്കും അവരുടെ അനുയായികളുടെ യോഗം വിളിക്കാം. മുൻകാലങ്ങളിലെ ഇത്തരം ശ്രമങ്ങളും അതിൻ്റെ തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശ്രീരാമന് മുന്നിൽ ഹനുമാനെ പോലെയാണ് ന്യൂനപക്ഷങ്ങളുടെ മുന്നിൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികളെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും സേവകരെ പോലെയാണ് രണ്ട് മുന്നണികളും. വോട്ട് ബാങ്കുകളുടെ ബലത്തിൽ ഇവർക്ക് സ്ഥാനമാനങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. മുന്നണികൾ നാമനിർദ്ദേശം ചെയ്യുന്ന 9 രാജ്യസഭാ സീറ്റുകളിൽ ഒന്നുപോലും പിന്നാക്ക പട്ടിക വിഭാഗക്കാർക്ക് നൽകിയിട്ടില്ല. 5 സീറ്റ് മുസ്ലിങ്ങൾക്കും 2 ക്രൈസ്തവർക്കും. PSC അംഗത്വം 14 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ, സർക്കാരിൻ്റെ വിവിധ കോർപ്പറേഷനുകൾ എന്നിവയിൽ എത്ര എണ്ണം ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയെന്ന് പരിശോധിച്ചാൽ ഇരട്ടത്താപ്പ് മനസ്സിലാകും. പിന്നാക്ക പട്ടിക വിഭാഗക്കാർക്ക് ഇന്ന് വരെ തുല്യനീതി ലഭിച്ചിട്ടില്ല. കേരളത്തിൽ വീടില്ലാത്തവരും പുറമ്പോക്കിൽ കഴിയുന്നവരും പിന്നാക്കക്കാരും പട്ടിക വിഭാഗക്കാരും മാത്രമാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു.